നമസ്കാരം. വ്ലോഗ് 360യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വന്തം നാടായ പോർച്ചുഗലിലെ അൽബുഫേര റീജിയനിലുള്ള അൽഗാർവെ എന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനായി ദുബായിൽ നിന്നും നേരെ ലിസ്ബണിലോട്ടും ലിസ്ബണിൽ നിന്ന് പോർട്ടോയിലേക്കും പിന്നെ പോർട്ടോയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ ബസ് യാത്ര ചെയ്തിട്ടാണ് അൽബുഫേര റീജിയനിൽ എത്തിയത്. ലിസ്ബണിൽ നിന്നും ട്രെയിനിലോ ബസ്സിലോ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടുത്തെ ഈ കാണുന്ന പെസ്റ്റാന വിക്കിങ്സ് എന്ന ഹോട്ടലിലായിരുന്നു സ്റ്റേ. സീസൺ അല്ലാത്തതുകൊണ്ട് 65 യൂറോ മാത്രമേ എന്നിൽ നിന്നും ഈടാക്കിയുള്ളൂ. ഈ ഹോട്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറത്തേക്ക് നോക്കിയുള്ള കാഴ്ച ഇതാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇത്. ആ കാണുന്നതെല്ലാം ഹോട്ടലുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കായി റെന്റിന് കൊടുക്കുന്ന ചെറിയ അപ്പാർട്ട്മെന്റുകളുമാണ്. സീസൺ അല്ലാത്തത് കാരണം അവയിൽ ഭൂരിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. പണ്ടുകാലത്ത് ഫിഷിംഗ് വില്ലേജ് മാത്രമായിരുന്ന അൽബുഫേര റീജിയൻ പിന്നീട് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ നാച്ചുറലായി രൂപമെടുത്ത 20ഓളം പ്രശസ്തമായ കേവുകളും അതുപോലെ തന്നെ മനോഹരമായ ബീച്ചുകളുമാണ്. സാധാരണ പോർച്ചുഗൽ കാണാൻ വരുന്നവർ ലിസ്ബണും അതുപോലെ തന്നെ പോർട്ടോയും കണ്ട് മടങ്ങുകയാണ് പതിവ്. എന്നാൽ അൽബുഫേര റീജിയനിലെത്തി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങിയില്ലെങ്കിൽ പോർച്ചുഗൽ യാത്ര പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ നോക്കാം. അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിൽ നിന്നിറങ്ങി. ഇന്ന് ഇവിടുത്തെ പ്രശസ്തമായ ഞാൻ നേരത്തെ പറഞ്ഞ കേവ്സിൽ കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ. ഹോട്ടലിലെ സ്റ്റാഫ് തന്നെയാണ് ഈ ബോട്ട് ടൂർ അറേഞ്ച് ചെയ്തത്. ഇതിൽ കേവ്സ് കാണാൻ മാത്രമല്ല ചെറിയൊരു ഡോൾഫിൻ ടൂറും കൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ്. $35 ഒരു ദിവസത്തേക്ക് ഏകദേശം 4 മണിക്കൂറുള്ള ഈ ടൂറിലേക്ക് അവർ ഈടാക്കുന്നത്. പോർച്ചസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മനോഹരമായ ബീച്ചുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പോർച്ചസ്. അൽബുഫേര റീജിയനിൽപ്പെട്ട ഫാരോ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ് പോർച്ചസ്. ഏകദേശം 2000 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലെ ഉൾനാടുകളിലേക്ക് നീങ്ങിയാൽ കാണുന്ന സ്ഥിരം കാഴ്ച അധികം തിരക്കൊന്നുമില്ലാത്തതും വൃത്തിയുള്ളതുമായ റോഡുകളാണ് ഇവിടെ ഭൂരിഭാഗം കാണുന്നത്. അതുമാത്രമല്ല റോഡിൽ കൂടി പോകുന്ന ആളുകളുടെയും എണ്ണത്തിൽ വളരെ കുറവാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായ ബീച്ചുകളുള്ള സ്ഥലമാണ് പോർച്ചസ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് നിരവധി ഹോട്ടലുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. അരാജെ റിവറിന് മുകളിലൂടെയുള്ള പൊന്റിനോവ ഡോ അരാജെ എന്ന് പറയുന്ന ബ്രിഡ്ജാണ് ഈ കാണുന്നത്. പോർച്ചുഗീസ് ലാംഗ്വേജിലുള്ള ഒരു പേരായത് കാരണം എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായെന്ന് വരാം. അങ്ങനെ ബോട്ടിൽ കയറാനായി ഞങ്ങളിപ്പോൾ മറീന എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ബോട്ട് പുറപ്പെടുന്നത്. ഇവിടെ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം. എല്ലാം റെസിഡൻഷ്യൽ ഏരിയകളാണ്. ഇവരെല്ലാവരും തന്നെ ഞാൻ പോകുന്ന ബോട്ടിൽ തന്നെയാണ് പോകുന്നത്. ബോട്ടിന് വരാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്വല്പം കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ട് എത്തി. ക്യാപ്റ്റൻ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ബോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ വന്ന് വേണ്ടപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. Okay, perfect. Okay, ladies and gentlemen, welcome on board. My name is Aurelio. I will be your captain today. With me, I have Miguel and Vitor to help me in everything that is necessary. So if you need any help, anything at all during the trip, just please put your hand up, let us know, and we will try to help, okay? ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾക്ക് ശേഷം ബോട്ട് പതുക്കെ കടലിലേക്ക് നീങ്ങി. ഞാനടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 10-20 പേരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്.
ഇതിൽ ഇന്ത്യക്കാർ എന്ന് തോന്നിപ്പിക്കുന്ന 2-3 പേരും കൂടി ഇതിൽ ഉണ്ടായിരുന്നു. ലോകപ്രസിദ്ധമായ 20ഓളം കേവുകളാണ് ഈ അൽബുഫേരിയ റീജിയനിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ബെനഗിൽ കേവ് എന്ന് പറയുന്ന കേവാണ്. ബെനഗിൽ കേവിനെ 2014 വാഷിംഗ്ടൺ പോസ്റ്റ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 10 കേവുകളിൽ ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേവുകളിൽ ചിലതിന് അവർ ഓരോ പേരും ഇട്ടിട്ടുണ്ട്. പല രീതിയിലും നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാവുന്നതാണ്. കായക് അല്ലെങ്കിൽ പാഡിൽ ബോട്ട്, അതല്ലെങ്കിൽ ഞാൻ വരുന്നത് പോലെ ബോട്ടിനോ വലിയ ബോട്ടിനോ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാവുന്നതാണ്. So be careful with this cave, it's very, very dangerous. ഈ കാണുന്ന കേവ് വളരെ അപകടകരമായ കേവ് ആണെന്ന് തമാശ രൂപേണ ക്യാപ്റ്റൻ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ചില കേവ്സിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ ഈ കേവുകൾ സമുദ്രത്തിന്റെ തിരമാലകൾ അടിച്ച് 100 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 100 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ മറ്റൊരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുപോലത്തെ നിരവധി ഗുഹകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വരുന്നത് വലിയ ബോട്ടിലായത് കാരണം എല്ലാ ഗുഹകളിലേക്കും കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇവിടെ ഈ കാണുന്ന ചുണ്ണാമ്പ് കല്ലിൽ വർഷങ്ങളായിട്ടുള്ള സ്റ്റാർ ഫിഷിന്റെ ഫോസിലുകളൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. ഈ കാണുന്നതാണ് എലിഫന്റ് കേവ്. ഒരു എലിഫന്റിന്റെ തുമ്പിക്കൈ പോലെ രൂപമുള്ളതുകൊണ്ടാണ് ഈ കേവിന് ഈ പേര് വന്നത്. വളരെ വലിയ ഒരു കേവ് തന്നെയാണത്. ഇപ്പോൾ നമുക്ക് അതിന്റെ കുറച്ചും കൂടി വ്യക്തമായ ഭാഗങ്ങൾ ഇവിടെ നിന്ന് വലുതായി കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോകപ്രസിദ്ധമായ ബെനഗിൽ കേവ്. ഏകദേശം 20 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് ഈ കേവ് എന്ന് പറയപ്പെടുന്നു. കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ സേവറായിട്ടൊക്കെ ബെനഗിൽ കേവിന്റെ പിക്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മറ്റുള്ള ഗുഹകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ മുകളിൽ പ്രകൃതിദത്ത രൂപപ്പെട്ട ഒരു ഹോളാണ്. അതിൽ കൂടി നോക്കിയാൽ മുകളിൽ നിന്ന് 2 പേർ നമ്മളെ കൈവീശി കാണിക്കുന്നതായും പിന്നെ അവിടെ ചന്ദ്രനെ നമുക്ക് ഇതിലൂടെ കാണാം. ആ ഹാളിൽ കൂടി സൂര്യരശ്മികൾ താഴോട്ട് ഇറങ്ങി വരുന്നത് കാണുവാൻ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അൽഗാർഗെ ഡെ ബെനഗിൽ എന്നുകൂടി ഈ കേവ് അറിയപ്പെടുന്നു. ബോട്ടിലുള്ള തിരകൾ കൊണ്ട് ബോട്ട് ആടി ഉലയുന്നത് കാരണം വീഡിയോ എടുക്കുന്നതിനും പിക്ചേഴ്സ് എടുക്കുന്നതിനും പരിമിതികളുണ്ട് ഇവിടെ. എങ്കിലും പറ്റാവുന്ന രീതിയിൽ ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ എടുത്തു. എത്ര കണ്ടാലും മതി വരാത്ത ഒരു കേവ് തന്നെയാണിത്. ഇനി നമുക്ക് മനുഷ്യന്റെ രൂപത്തോട് സാമ്യമുള്ള ഈ കേവ്സിന്റെ ഒരു ഭാഗം കാണാം. ഇതിലോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഒരു മനുഷ്യനെ പോലെ ഒന്നിക്കുന്ന രീതിയിലുള്ള കണ്ണും അതുപോലെ വായും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇതും ഇവിടുത്തെ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ്. ക്യാപ്റ്റൻ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു ടിപ്പിക്കൽ പോർച്ചുഗീസ് രൂപം തന്നെയാണെന്ന്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ക്രൊക്കോഡൈൽ കേവ് എന്നറിയപ്പെടുന്ന ഒരു കേവിലേക്കാണ്. ഒരു ചെറിയ മുതലയുടെ വായുടെ ഷേപ്പിലുള്ള ഒരു ഗുഹയുടെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അല്പം റിസ്ക്കും എന്നാൽ അതിലേറെ അഡ്വഞ്ചറൊക്കെയുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് ഈ ബോട്ട് ട്രിപ്പ്. അങ്ങ് ദൂരെ ഒരു ലൈറ്റ് ഹൗസ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും.
ഇനി നമ്മൾ പോകാൻ പോകുന്നത് വളരെ വലിയ ഒരു നിഗൂഢതകൾ അല്ലെങ്കിൽ ഭയാനകമായ ഒരു കേവിലേക്കാണ്. കാര്യം ഇത് അത്ര വലിയ ഒരു കേവ് തന്നെയാണ്. ഇതിൻ്റെ പല ഭാഗത്തും ഇരുട്ടാണ്. ഇതിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് ഈ പൊത്തിലൂടെ അകത്തേക്ക് വന്ന് പുറത്തേക്ക് എന്നുള്ളത് കാണുന്ന കാഴ്ച അതിമനോഹരം എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന് വേണ്ട രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ ബോട്ടിൽ നിന്നും പ്ലേ ചെയ്യുന്നതോടെ ഈ കാഴ്ച അവിസ്മരണീയമാകുന്നു. ഈ ബോട്ട് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഡോൾഫിൻ ഷോ കാണുവാനായി കടലിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ പോയെങ്കിലും അത് കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ബോട്ട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ബോട്ട് കരയിലേക്ക് നീങ്ങുമ്പോൾ ക്യാപ്റ്റൻ വീണ്ടും ഞങ്ങളോട് വന്ന് പിരിയുന്നതിന് മുമ്പ് 2 വാക്ക് പറയുകയുണ്ടായി. Okay, ladies and gentlemen, as well, if you have a few minutes on your day and if you want to leave us a review somewhere on the web, we will appreciate that a lot. It helps us a lot to grow as a company. My name is Dario, my colleague Miguel, and my colleague Vitor. Once again, thank you very much. Thank you. ബോട്ട് ഇപ്പോൾ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പോർച്ചുഗലിൽ വരുന്നവർ തീർച്ചയായിട്ടും ലിസ്ബനും പോർട്ടോയും മാത്രം പോരാ, ഈ അൽഗാർവെ റീജിയനിൽ കൂടി വരണം, ഈ കാഴ്ചകൾക്ക് കാണണം. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗൽ യാത്ര പൂർണ്ണമാവുകയുള്ളൂ. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ, പ്രത്യേകിച്ച് ഈ ബോട്ട് ട്രിപ്പ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ പിന്നീട് കാണുന്നവരെ ഗുഡ് ബൈ.